പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. തേജസ്കരണ കാലത്തെ രണ്ടാം ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കും ശേഷം വീണ്ടും ഒരു വിശുദ്ധ സമ്മേളനത്തിനായി നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ ബെർണാദിൻ്റെ തിരുനാൾ ദിനം. തിരുസഭ ഇന്ന് സാമൂഹ്യ നീതി ഞായറാഴ്ചയായി ആചരിക്കുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനായുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ 1-ാം ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ യേശു നിയമജ്ഞരെ വിമർശിക്കുന്ന ഭാഗമാണ്. 2-ാം ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ വിധവയുടെ സമർപ്പണത്തെക്കുറിച്ച് യേശു പറയുന്ന ഭാഗമാണ്. നിയമജ്ഞരുടെ ജീവിത വ്യതിചലനത്തെ ശക്തമായ ഭാഷയിൽ പ്രവാചക തുല്യം വിമർശിക്കുന്ന യേശു തൻ്റെ ശിഷ്യരെ ശുശ്രൂഷയുടെ പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. ശുശ്രൂഷകരായി വർത്തിക്കുന്നതിനേക്കാൾ യജമാനന്മാരായി പ്രത്യക്ഷപ്പെടാനും ജീവിക്കാനുമുള്ള തത്രപ്പാടാണ് നിയമജ്ഞരെ വഴിതെറ്റിച്ചത്. നിയമജ്ഞർ, സ്ക്രൈബ്, എഴുത്തുകാരൻ എന്ന വിശേഷണം സമൂഹത്തിൽ എഴുത്തും വായനയും അറിയാവുന്നവരുടേതായിരുന്നു. ഗ്രീക്കിലെ ഗ്രാമത്തേവൂസ് എഴുതാനുള്ള നൈപുണ്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. പുരാതന സംസ്കാരങ്ങളിൽ രാജകൊട്ടാരങ്ങളിലും നീതിന്യായ പീഠങ്ങളിലും ഭരണതലങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നവരാണ് എഴുത്തുകാർ. ഈജിപ്ത്, മെസൊപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെല്ലാം ഔദ്യോഗിക രേഖകൾ എഴുതി സൂക്ഷിച്ചിരുന്നതും വായിച്ചു കൊടുത്തിരുന്നതും വ്യാഖ്യാനിച്ചു നൽകിയിരുന്നതും ഇത്തരക്കാരായിരുന്നു. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 13-ാം തിരുവചനം. സോളമൻ്റെ കൊട്ടാരത്തിലെ പ്രമുഖ തസ്തികകളിൽ ഒന്നായിരുന്നു നടപടി എഴുത്തുകാരൻ്റേത്. നിയമങ്ങൾ എഴുതി സൂക്ഷിക്കുക, വായിച്ചു കേൾപ്പിക്കുക, വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നത് എഴുത്തുകാരുടെ ധർമ്മമായിരുന്നു. എസ്ര മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനും ദൈവത്തിൻ്റെ നിയമത്തിൽ പാണ്ഡിത്യമുള്ള പുരോഹിതനുമായിരുന്നു. പുരോഹിതനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഏതു ഗോത്രത്തിൽപ്പെട്ടവർക്കും
നിയമജ്ഞരുടെ ഗണത്തിൽ പെടാമായിരുന്നു. ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയമജ്ഞരുടെ മേൽനോട്ടത്തിൽ മാത്രമുള്ളവയായിരുന്നു. കാലക്രമേണ ഇസ്രായേലിലെ ഔദ്യോഗിക പ്രബോധകരായി നിയമജ്ഞർ അംഗീകരിക്കപ്പെട്ടു. ജെറമിയായുടെ പുസ്തകത്തിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും നിയമജ്ഞരെക്കുറിച്ച് ഉള്ള പ്രതിപാദനം കാണാൻ കഴിയും. പുതിയ നിയമ നിയമജ്ഞർ തോറ നിയമത്തിലും യഹൂദ പാരമ്പര്യത്തിലും പാണ്ഡിത്യമുള്ളവരായിരുന്നു. ഫരീസയരോട് കൂടെയോ തനിച്ചോ പുതിയ നിയമത്തിൽ നിയമജ്ഞരെ കാണാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 22-ാം തിരുവചനം. നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് യേശു പഠിപ്പിച്ചത്. മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയും കർക്കശമായ നിയമവ്യാഖ്യാനം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കവാടം അടച്ചു കളയുന്നവരുമായിട്ടാണ് യേശു നിയമജ്ഞരെ ചിത്രീകരിക്കുന്നത്. നിയമജ്ഞരുടെ ആധികാരികത അംഗീകരിക്കുന്ന യേശു കാപട്യം തുറന്നു കാട്ടുന്നു. സ്ഥാനത്തിന് അനുയോജ്യമല്ലാത്ത ജീവിത ശൈലിയെയാണ് യേശു വിമർശിക്കുന്നത്. 3 തരം വിമർശനങ്ങളാണ് യേശു നിയമജ്ഞർക്ക് നേരെ ഉയർത്തുന്നത്. 1, പറയുന്നത് പ്രവർത്തിക്കുന്നില്ല. 2, മനുഷ്യരെ ഭാരപ്പെടുത്തുന്നു. 3, മറ്റുള്ളവരുടെ പ്രശംസ ലക്ഷ്യം വയ്ക്കുന്നു. യേശു ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, കാരണം അവർ അനുകരിക്കാനോ പഠിക്കുവാനോ കൊള്ളാവുന്ന പാഠപുസ്തകമായിരുന്നില്ല. ജീവിത മാതൃക നഷ്ടപ്പെട്ട പ്രമുഖ സ്ഥാനീയർ ജനത്തെ അതിവേഗം കളങ്കപ്പെടുത്തും. നീണ്ട മേലങ്കികളും നെറ്റിപ്പട്ടങ്ങളും തൊങ്ങലുകളും സമൂഹത്തിലെ പ്രമുഖ സ്ഥാനീയർ എന്ന നിലയിൽ ഇവരുടെ വേഷവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. നീണ്ട മേലങ്കിക്ക് പുറമെ മറ്റൊരു തരം മേൽവസ്ത്രം ഇസ്രായേലിലെ പുരോഹിതരും സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരും അണിഞ്ഞിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് യഹൂദ പ്രാർത്ഥനാവേളയിൽ ഇടത്തു കൈത്തണ്ടയിലും നെറ്റിയിലും വിശുദ്ധ ലിഖിത ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ തൂകൽ പെട്ടികൾ ധരിച്ചിരുന്നു. മേലങ്കിയുടെ 4 അറ്റത്തും തുന്നിപ്പിടിപ്പിക്കേണ്ട ചരടുപയോഗിച്ചുള്ള കുടുമകളാണ് തൊങ്ങലുകൾ. നിയമാവർത്തനം 22-ാം അധ്യായം 12-ാം തിരുവചനം. മേലങ്കിയുടെ 4 അറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാകണമെന്ന് യഹൂദ നിയമം അനുശാസിക്കുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കുവാനുള്ള പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്തു പാലിക്കുന്നതിനുള്ള അടയാളമാണ് തൊങ്ങലുകൾ. തൊങ്ങലുകൾ എപ്രകാരം ക്രമപ്പെടുത്തണമെന്ന് യഹൂദ പാരമ്പര്യത്തിൽ താൽമൂദ് അനുശാസിക്കുന്നുണ്ട്. തൊങ്ങലുകൾ വസ്ത്രത്തിൻ്റെ വിളുമ്പ്, വസ്ത്രാഞ്ചലം എന്നറിയപ്പെട്ടിരുന്നു. നെറ്റിപ്പട്ടകൾക്ക് വീതിയും തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നത് തങ്ങൾ കൂടുതൽ ഭക്തിയുള്ളവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള മാർഗമായി കാലക്രമേണ മാറി. ജീവിത മാതൃക നഷ്ടപ്പെട്ട ഇത്തരക്കാർ അലങ്കാരങ്ങളിലും ആഡംബരങ്ങളിലും രമിക്കുന്നവരായി തരം താണു. പ്രകടനപരമായ ഭക്തി കപട സൂചനയാണ്. നിയമജ്ഞരുടെയും ഫരീസയരുടെയും കാപട്യം വെളിവാകുന്നത് അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തിലൂടെയാണ്. വേഷഭൂഷാദികളും പൊതുസ്ഥലങ്ങളിലെ അഭിവാദനവും സിനഗോഗുകളിലെ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിലെ അഗ്രാസനങ്ങളും ആഗ്രഹിക്കുന്ന ഇവർ ജീവിത മാതൃക നൽകാത്ത ഉന്നത സ്ഥാനീയരായി
വിരാജിക്കുന്നത് ജനത്തെ ദുഷിപ്പിക്കുന്നതും ശുശ്രൂഷയുടെ അന്തസത്ത കെടുത്തുന്നതുമായ ജീർണതയായാണ് യേശു നോക്കിക്കാണുന്നത്. പലപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ജീർണത ആരംഭിക്കുന്നതും അതിവേഗം പടരുന്നതും ജീവിത മാതൃക നഷ്ടപ്പെട്ട അന്ധരായ വഴികാട്ടികളിൽ നിന്നാണ്, ജീർണതയിലാണ്ട നേതൃത്വങ്ങളിൽ നിന്നാണ്. നിയമ പണ്ഡിതന്മാർക്ക് ഔദ്യോഗിക വേതനമൊന്നും ലഭിച്ചിരുന്നില്ല. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയർ എന്ന നിലയിൽ ജനങ്ങൾക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ഉദാരമായ സംഭാവനയായിരുന്നു അവരുടെ വരുമാന മാർഗം. ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റുന്നതിനായി ദീർഘമായി പ്രാർത്ഥിച്ച് ഭക്തി അഭിനയിച്ചിരുന്നു. അനാഥരും പാവങ്ങളുമായ വിധവകളുടെ ധനം കപടഭക്തി കാണിച്ച് ഇവർ കൈവശപ്പെടുത്തിയിരുന്നു. വിധവകളുടെ ഭവനം വിഴുങ്ങുക എന്ന പ്രയോഗം ഇതാണ് അർത്ഥമാക്കുന്നത്. ഹീബ്രുവിൽ അൽമാമ എന്ന പദവും ഗ്രീക്കിൽ കേറ എന്ന പദവുമാണ് വിധവയെ സൂചിപ്പിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നത്. അനാഥരെയും പരദേശികളെയും പോലെ വിധവകളും ഹെബ്രായ സമൂഹത്തിൽ വളരെയേറെ അവഗണനകളും ചൂഷണങ്ങളും അനുഭവിക്കുന്നവരായിരുന്നു. മോശയുടെ നിയമം വിധവകൾക്ക് ധാരാളം ആനുകൂല്യങ്ങളും ഇളവുകളും സഹായങ്ങളും നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രത്യേക കരുണയും പരിഗണനയും വിധവകൾക്ക് ലഭിക്കുമെന്നതുകൊണ്ട് കർത്താവ് ചൂഷകരെ എല്ലാം തുരത്തുമെന്ന് വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം വിധവകൾ അവഗണിക്കപ്പെടുന്നതായി പറയുന്നു. പുണ്യചരിതരായ ഏതാനും വിധവകൾ പുതിയ നിയമത്തിലുണ്ട്. യേശു അവരെ കണ്ടുപഠിക്കേണ്ട മാതൃകകളായി ചൂണ്ടിക്കാട്ടുന്നു. യേശു വിധവകളോട് പ്രത്യേക പരിഗണന കാണിക്കുകയും അവരോട് അനീതി ചെയ്യുന്നവരെ എതിർക്കുകയും ചെയ്യുന്നു. ആദിമസഭയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും പ്രേക്ഷിത പ്രവർത്തകരെ സഹായിക്കുകയും ചെയ്ത അനേകം വിധവകളുണ്ടായിരുന്നു. അധികാരവും ജനവും നഷ്ടപ്പെട്ട പട്ടണങ്ങളെ വിശുദ്ധ ഗ്രന്ഥം വിധവ എന്ന് വിളിക്കുന്നുണ്ട്. ഭക്തിയുടെ മുഖംമൂടി ധരിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവർ കൂടുതൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ സമ്പത്തിനോടും സുഖസൗകര്യങ്ങളോടും ആർത്തിയുള്ളവരാകുന്നത് അപകടകരമാണ്. ശുശ്രൂഷിക്കാനാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സന്ദേശമാണ് യേശു ഇവിടെ നൽകുന്നത്. വിധവയുടെ സമർപ്പണം എന്ന 2-ാം ഭാഗത്ത് ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധനവാന്മാരെയും ആത്മീയതയിൽ സമ്പന്നയായ വിധവയെയും യേശു അവതരിപ്പിക്കുന്നു. ദരിദ്രയായ വിധവയുടെ ഔദാര്യവും ധനികരായ നിയമജ്ഞരുടെ അത്യാഗ്രഹവുമാണ് ഈ താരതമ്യ പഠനം. ജെറുസലേം ദേവാലയത്തിൽ ഇസ്രായേലിൻ്റെ മണ്ഡപത്തിനും വിജാതിയുടെ മണ്ഡപത്തിനും ഇടയിൽ സ്ത്രീകളുടെ മണ്ഡപത്തിൽ കാഹളത്തിൻ്റെ ആകൃതിയിലുള്ള 13 ഭണ്ഡാരങ്ങൾ ഉണ്ടായിരുന്നു. യേശു ജെറുസലേം ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്ന ദരിദ്രയായ വിധവ എന്ന സ്ത്രീയെ ശ്രദ്ധിച്ചു. ദരിദ്രയായ വിധവ സമർപ്പിച്ച 2 ചെമ്പുതുട്ടുകളുടെയും കൂടി ആകെ മൂല്യം ഏകദേശം 1 ദിനാറയുടെ 64 മാത്രമാണ്. ഈ 2 ചെമ്പുതുട്ട് നാണയങ്ങളുടെയും കൂടെ ആകെ മൂല്യം എന്ന് പറയുന്നത് 1 ദിനാറയുടെ 64 മാത്രമാണ്.
ഒരു സാധാരണ തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലി 1 ധനാറയാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന റോമൻ നാണയം ധനാറയാണ്. പുതിയ നിയമകാലത്തെ ഒരു ജോലിക്കാരൻ്റെ പ്രതിദിന വേതനം 1 ധനാറയായിരുന്നു. ഒരു സത്രത്തിൽ ഒരു ദിനം തങ്ങുന്നതിന് 2 ധനാറ നൽകണമായിരുന്നു. 5000 പേർക്ക് ഭക്ഷണം വാങ്ങണമെങ്കിൽ 200 ധനാറ വേണമായിരുന്നു. അന്തരിയോൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു തരം ചെമ്പ് നാണയം ഗ്രീക്കുകാരും റോമാക്കാരും പുതിയ നിയമകാലത്ത് ഉപയോഗിച്ചിരുന്നു. 1 ധനാറയുടെ 64 മാത്രമായിരുന്ന ദരിദ്രയായ വിധവയുടെ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ അന്തരിയോനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ആമുഖത്തോടെ പറയുന്ന ഭാഗം തുടർന്നുള്ള പ്രബോധനത്തിൻ്റെ പ്രാധാന്യം വരച്ചു കാട്ടുന്നു. യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് ഈ വിധവയുടെ 2 ചെമ്പു നാണയങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിനെ 2 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദരിദ്രയായ ഈ വിധവയിൽ നിന്ന് അവൾക്കുള്ളത് മുഴുവൻ നീ പിടിച്ചെടുക്കരുത്. 2, അവൾ സ്വന്തം മനസ്സോടെ നൽകി സമർപ്പണം അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്, ത്യാഗമേറിയതാണ്, ദൈവത്തിന് അമൂല്യമായതാണ് അവൾ കൊടുത്തിരിക്കുന്നത്. ദരിദ്രയായ വിധവയുടെ ചെറിയ കാണിക്കയുടെ പിന്നിലെ വലിയ ത്യാഗം അമൂല്യമായി കാണുന്ന യേശു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 8-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ദരിദ്രയായ വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചത് ദൈവത്തോടുള്ള ആ സ്ത്രീയുടെ വലിയ സ്നേഹത്തിൻ്റെയും ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയത്വത്തിൻ്റെയും നിദർശനമാണ്. എത്ര കൊടുത്തു എന്നതല്ല, എത്ര ബാക്കിയുണ്ട് എന്നതാണ് ഔദാര്യത്തിൻ്റെ ഉരകല്ല്. ദരിദ്രയായ വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ദൈവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു എന്നത് യേശു ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കാരണം അവൾ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു. ധനവാന്മാർ വലിയ തുകകൾ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്യുന്നു. ദരിദ്രയായ വിധവ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിക്കുന്നു. ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങളെ യേശു വിലയുള്ളതായി കണ്ടു. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാം തിരുവചനം. യേശു എല്ലാ നിയമജ്ഞരെയും അല്ല വിമർശിക്കുന്നത്, ആത്മീയ കാപട്യത്തിൻ്റെ മുഖം മൂടി ധരിച്ചവരെയാണ് യേശു വിമർശിക്കുന്നത്. യേശുവിൻ്റെ ദൃഷ്ടിയിൽ തന്നെ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലാത്ത നിയമജ്ഞരുണ്ട്. നിയമജ്ഞർ തങ്ങളുടെ പ്രവൃത്തികൾ സകലരാലും കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് യഥാർത്ഥ ആത്മീയതയല്ല, മറിച്ച് പ്രകടനപരതയാണ്. ഈ പ്രകടനപരതയെ പൊളിച്ചെഴുതുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ വിധവയുടെ കാണിക്ക. നിയമജ്ഞർ തങ്ങളുടെ കപടഭക്തി പ്രകടനത്തിലൂടെ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിധവ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവളാണ്. വിധവ തൻ്റെ യഥാർത്ഥ ഭക്തി മൂലം തനിക്കുള്ളവ മുഴുവൻ കൊടുക്കാൻ സന്നദ്ധയാകുന്നു. യഥാർത്ഥത്തിൽ യേശുവോ ശിഷ്യന്മാരോ ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് സ്വയം അവൾ തനിക്കുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാറാവുകയാണ്. വിധവയുടെ കാണിക്ക ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞ് തങ്ങളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും സമ്പത്ത് സ്വരുക്കൂട്ടുകയും ചെയ്യുന്നവർക്ക് നേരെയുള്ള വിമർശനത്തിൻ്റെ ഒളിയമ്പാണ്. ഭക്തി പഠിപ്പിക്കുന്ന നിയമജ്ഞർ മറ്റുള്ളവരുടേത് കൂടി വിഴുങ്ങി തടിച്ചു കൊഴുക്കുകയും ഭക്തി അഭ്യസിക്കുന്ന വിധവകൾ തങ്ങൾക്കുള്ളത് മുഴുവൻ കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ യേശു ഉയർത്തി കാണിക്കുന്നു. ഇതൊരു അപകടകരമായൊരവസ്ഥയാണ്, സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇതിനെ യേശു തുറന്നു കാണിക്കുകയാണ്.
വിധവയുടെ ചെമ്പുതുട്ടുകൾ സ്വീകരിച്ച കർത്താവ് ദരിദ്രരുടെ നേർച്ചകാഴ്ചകൾ സ്വീകരിക്കുന്നവനും സ്വയം ശൂന്യവൽക്കരണത്തെ വിലമതിക്കുന്നവനും ആത്മാർത്ഥമായ ആധ്യാത്മികതയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.